ഓം സുഷുമ്ന. എൻ്റെ പ്രിയപ്പെട്ട സുഷുമ്ന ക്രിയായോഗികളെ, നവരാത്രിയുടെ ഈ പുണ്യമായ 3-ാം ദിവസം ദിവ്യമാതാവിനെ ദേവി ചന്ദ്രഘണ്ഠയായി ആരാധിക്കുന്നു. ദേവി ചന്ദ്രഘണ്ഠ നിത്യ നിരീക്ഷണത്തിൻ്റെയും അവബോധത്തിൻ്റെയും ദേവതയാണ്. നമ്മുടെ ആത്മീയ പരിശീലനത്തിൽ അവബോധം വളർച്ചയുടെ താക്കോലാണ്. ആത്മീയ പാതയിൽ സ്ഥിരമായി വളരാൻ നമ്മുടെ മാനസിക സ്വഭാവങ്ങളുടെ നിരന്തരമായ മാറ്റങ്ങളിൽ നാം ജാഗ്രത പാലിക്കണം. നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും വികാരങ്ങളെയും നിരന്തരം അവബോധത്തോടെ ശ്രദ്ധിക്കണം. നിഷേധാത്മകതയെ പോസിറ്റീവായി മാറ്റാനുള്ള ശക്തി അതിലൂടെ നമുക്ക് ലഭിക്കും. ഇരുട്ടിൽ ചന്ദ്രൻ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നത് പോലെ നമ്മുടെ ആന്തരിക യാത്രയിൽ വളർച്ചയെ പരിപോഷിപ്പിക്കുന്നു. അവബോധം മനസ്സിൽ വ്യക്തതയെ പ്രതിഫലിപ്പിക്കുന്നു. ദേവി ചന്ദ്രഘണ്ഠ 2ാമത്തെ ബുദ്ധികേന്ദ്രം എന്നും അറിയപ്പെടുന്നു. കാരണം മണിപൂരക ചക്രത്തിൻ്റെ സജീവമാക്കലിനെയും ഇത് പ്രതിനിധീകരിക്കുന്നു. ഈ കേന്ദ്രം വിത്തുപാകിയ ഓർമ്മകളെ ഒരു അടയാളമായി സംഭരിക്കുന്നു. ഈ കേന്ദ്രം പരിശീലനത്തിലൂടെ ഉണർന്നിരിക്കുമ്പോൾ അത് അന്വേഷകന് വ്യക്തതയും ആത്മവിശ്വാസവും നിർഭയത്വവും നൽകുന്നു. ദേവിയുടെ അനുഗ്രഹത്താൽ ഉള്ളിൽ അവബോധത്തിൻ്റെ പ്രകാശം അനുഭവിക്കുക. ഭക്തിയോടെയും സമർപ്പണത്തോടെയും ഇരിക്കുക. ശക്തി വ്യക്തതയും ആന്തരിക സമാധാനവും കൊണ്ടുവരിക. ദിവ്യമാതാവിൻ്റെ ശക്തി നിങ്ങളുടെ ഉള്ളിൽ ഒഴുകാൻ അനുവദിക്കുക.